ഹായ്. രാവിലത്തെ വ്യായാമെല്ലാം കഴിഞ്ഞത് ഇങ്ങനെ വിശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് കുട്ടികളെ പല്ലിനെ സംബന്ധിക്കുന്ന പല്ല് ക്ലീനാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സംഭവത്തിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത്. അതിനു മുമ്പ് ഞാൻ വേറെ കുറേ ടിപ്സുകൾ മുന്നത്തെ വീഡിയോ ചെയ്തത്, എനിക്കൊന്ന് ഒരു 6 മാസം മുമ്പുള്ള വീഡിയോയിൽ ചെയ്തതിന് എനിക്കൊന്ന് ആ ടിപ്സ് ഏതാണ്ട് 1 മില്യൺ ആൾക്കാരിലധികം കണ്ടിട്ടുണ്ട്. പറഞ്ഞല്ല, നമ്മൾ വായുനാറ്റം മാറാൻ വേണ്ടി, അതായത് രാവിലെ ഉറങ്ങി എണീച്ചപാട് ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല, വായു നല്ല ഫ്രഷായി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്സ് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. ഒരുപാട് ആൾക്കാർ ചെയ്തതിന് അതിന് ഭയങ്കര റിസൾട്ട് ആയിരുന്നു. സംഗതി അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. സംഗതി പറഞ്ഞില്ല, നേർപ്പിച്ച ഉപ്പ് വെള്ളം കൊണ്ട് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ എണീറ്റാൽ ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല വായു നല്ല ക്ലീൻ ആയിരിക്കും. രാത്രിയും രാവിലെയും ചെയ്താൽ മതി, വായു നല്ല ക്ലീൻ ആവും, നാറ്റെന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല. അപ്പോൾ ഒരുപാട് ആൾ എന്നെ വിളിച്ചിട്ട് കൊണ്ട് ചോദിച്ചോട്ടെ നല്ല റിസൾട്ടായിരുന്നു. അതിനായിട്ട് തന്നെ വിളിച്ചിട്ടുണ്ട്, ചെയ്തിട്ട് റിസൾട്ട് കണ്ടിട്ട് അതിനായിട്ട് തന്നെ വിളിച്ചിട്ട് ഞാൻ വിളിക്കണം എന്ന് ചോദിച്ചില്ല, പക്ഷേ വളരെ ഉപകാരം എന്നിട്ട് അങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് അത് 6 മാസമായ. അപ്പോൾ ഇപ്പോൾ ഞാൻ ചോദിക്കും അതിന് വല്ല നെഗറ്റീവ് ഉണ്ടോ അതാണ് ചോദിക്കുന്നത്. നെഗറ്റീവ് ഉണ്ടാവാൻ കാരണമുണ്ട്, വേറൊന്നുമല്ല. ഞാൻ ഇതുപോലെ ഉപ്പുവെള്ളത്തിലോട്ട് ഫസ്റ്റ് തേക്കുമ്പോൾ ചില കടുങ്കനെ തേക്കല് നല്ലോണം ഉപ്പിട്ടിട്ടേ. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമെന്ന് വെച്ചാൽ പല്ലിന് പുളിപ്പ് വരും, പല്ലിൻ്റെ അനാവിൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നേർപ്പിച്ച ചെയ്യേണ്ടത്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ് വളരെ നേർപ്പിച്ചിട്ട് ഉപ്പുവെള്ളം വായിലാക്കിയിട്ട് ബ്രഷ് ചെയ്യുന്നുണ്ട്, എന്നാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഉപ്പുവെള്ളം കൊണ്ട് തേക്കും, പിന്നെ ഈ പൽപ്പൊടി ഉണ്ടല്ലോ അതിനങ്ങനെ മാറിയിട്ട് തേക്കൽ. പല്ല് നല്ല ക്ലിയറാണ്, വായു നല്ല ക്ലിയറാണ്, കുഴപ്പമില്ല. അപ്പോൾ ഏതായാലും മുന്നേ ഞാൻ പറഞ്ഞിട്ട് ഉപ്പുവെള്ളത്തിനെ കൊണ്ട് ബ്രഷ് ചെയ്തവരെ അനുഭവം എന്തായാലും ഒന്ന് പറയണം. എനിക്ക് ഇതിനെപ്പറ്റി പഠിക്കാമല്ലോ, കാരണം ഇത് ഒരാളിൽ ചിലപ്പോൾ ഓരോ രീതിയിലായിരിക്കും സംഭവിക്കുക. അപ്പോൾ പോസിറ്റീവ് വന്നവർ പോസിറ്റീവ് കാര്യങ്ങൾ പറയാം, നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതുകൂടി പറയാൻ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഇന്ന് കുട്ടികളെ പല്ലിനെ പറ്റിയിട്ട് പറയാനാണ്. അതായത് നമ്മളെ 3 മക്കളാണ്. നമ്മൾ ഈ ഉപ്പുവെള്ളത്തിനോട് തേക്കാനോ എല്ലാം ഭാര്യയോടും പറയും, ഞാൻ ചെയ്യലുണ്ട്. അതുപോലെ മക്കളോടും ഭാര്യയോടെല്ലാം പറയുമെങ്കിലും സത്യം പറഞ്ഞാൽ ഭാര്യ അങ്ങനെ കാര്യമായിട്ട് ചെയ്യലില്ല. മക്കളും മടിയന്മാരാണ്, മിക്കവാറും ഇടയ്ക്ക് പോയിട്ട് ടൂത്ത് പേസ്റ്റിൽ അടിച്ച് മാറ്റി തേക്കുകയോ ചെയ്യുക. ഞാൻ കണ്ടു കഴിഞ്ഞാൽ പറയുക അതിനും കൂടെ തേക്ക്, ഉപ്പുവെള്ളത്തിനും കൂടെ തേക്കുന്ന പറയും. ഇല്ലെങ്കിൽ പൽപ്പൊടി ഉണ്ടല്ലോ, ആ ചുവന്ന പൽപ്പൊടി ഡാബറിൻ്റെ അതിനെ കൂടെ തേക്കുന്ന പറയും. അപ്പോൾ അങ്ങനെ തേച്ച് വരുന്നതാണെങ്കിലും സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും ശ്രദ്ധിക്കാൻ കഴിയില്ല. കാരണം ഞാൻ ചില സമയത്ത് മക്കൾ ചിരിക്കുമ്പോൾ ഇടയിൽ ഇങ്ങനെ ഒരു മഞ്ഞ കളർ കാണാം. കാരണം എന്നാൽ ഇവർ ശരിക്കും തേക്കുന്നില്ല, അതാണ് സംഭവം. നമുക്ക് ശ്രദ്ധിക്കാൻ എന്തായാലും പറ്റില്ല, കാരണം ഡെയിലി നമ്മൾ തിരക്കിനിടയിൽ കുട്ടികളെ ആരും ശ്രദ്ധിക്കാൻ പറ്റില്ല, എല്ലാവർക്കും ഇതിൻ്റെയാണ് അവസ്ഥ. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചേട്ടാ. ഇപ്പം ഞാൻ മക്കളെ പല്ല് നോക്കുമ്പോൾ നല്ല തിളക്കും, ചിരിക്കുമ്പോൾ നല്ല വെള്ള കളർ, ഇല്ലെങ്കിൽ ആ മഞ്ഞ കളർ തന്നെ. കാരണം പിള്ളേരെ മടിച്ചിട്ട് തേക്കില്ല. അപ്പോൾ അതിനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. സംഗതി ഞാൻ ഇങ്ങനൊരു ബ്രഷ് വാങ്ങിനേട്ടാ, നോക്കിയേട്ടാ. ഇതാണ് ബ്രഷ്. ഇത് വെച്ചാൽ ഇതാ ഒരു മോട്ടറിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. ഇതിൻ്റെ ഈ അറ്റിങ്ങനെ കറങ്ങും, അങ്ങനെ ഈ സ്വിച്ച് നിൽക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നൊരു സാധനമാണ്. ഞാൻ കാണിച്ചുതരാം, കണ്ടാ ഇങ്ങനെ കറങ്ങിക്കോളും. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ബ്രഷ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതുമാത്രമല്ല പിള്ളേർ പല നല്ല വെള്ള കളറൊന്നും ഞാനിങ്ങനെ ഇന്നാളും ഒരു ചിന്തിച്ച്, കാരണം പിള്ളേരോട് എങ്ങനെ ബ്രഷ് ചെയ്യാൻ പറഞ്ഞാലും ഉണ്ടാകും മഞ്ഞ കളർ. ഞാൻ രണ്ടാമത് പോയി തേപ്പിക്കും. എന്നിട്ട് ഞാൻ ശ്രുതിയോട് പറഞ്ഞു, നീ ഒന്ന് ശ്രദ്ധിക്കണ്ടേ, കുട്ടികളെ പല്ലെല്ലാം കേടാവുക, പല്ലെല്ലാം മഞ്ഞ കളറിലായിട്ടുള്ള എന്നുള്ള മറ്റ്. കാരണം ഇവർ ഉരക്കൂല, ഉപ്പോളം പായലാക്കിയിട്ട് തുപ്പ് ചെയ്യുക, ഉരക്കൂല. അപ്പോൾ ശ്രുതിയും പറഞ്ഞു എനക്കടെ ശ്രദ്ധിക്കാൻ ടൈം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൊല്യൂഷൻ എന്നിട്ട് ഇങ്ങനെ നടക്കലായിരുന്നേ. എന്നൊരാന്ന് യാദൃശ്ചികമായിട്ട് ഇതാ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഈ ഒരു സാധനം കണ്ടേ. ഞാൻ പറഞ്ഞു ഏതായാലും മക്കൾക്കൊന്ന് വാങ്ങിക്കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ 3 ആൾക്ക് ഓരോന്ന് വാങ്ങിക്കൊടുത്തേട്ടാ. ഇപ്പം 3 ആളെ പല്ലും കണ്ടീഷനാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തിലുണ്ടായ പോസിറ്റീവ് നല്ല അനുഭവങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയൽ. അപ്പോൾ ഇതെനിക്ക് എൻ്റെ മക്കളുടെ കാര്യത്തിൽ അനുഭവത്തിൽ വന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു സാധനം ഇതിൻ്റെ പൈസയൊന്നും നോക്കണം എന്ന് എൻ്റെ അഭിപ്രായം. വാങ്ങിക്കൊടുത്തത്, കാരണം ഒരു പല്ല് കടയെ അടക്കണ്ടെങ്കിൽ എത്ര പൈസ വേണം, ആ പൈസയൊന്നും ഇതിന് വേണ്ട. ഇതെന്തായാലും നിങ്ങൾ വാങ്ങിക്കൊടുത്തോ. റിസൾട്ട് വെച്ചാൽ ഭയങ്കര റിസൾട്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ മക്കളെ പല്ലിൽ ഇപ്പം നല്ല വെള്ള കളറായി. ഇപ്പോൾ പല്ല് തേക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആണ്. രാത്രി രാവിലെയും ഇതുള്ളതുകൊണ്ട് വേഗം പോയിട്ട് പല്ല് തേക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ മടിച്ചിട്ട് തേക്കില്ല. അപ്പോൾ ഇത് പറയാനാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ മുന്നേ പറഞ്ഞ ടിപ്സ് ഉപ്പുവെള്ളം കൊണ്ട് ബ്രഷ് ചെയ്തിട്ട് ആർക്കെങ്കിലും നെഗറ്റീവ് ഉണ്ടായിട്ട് കമൻറ്റ് ചെയ്യണം, പോസിറ്റീവ് ഉണ്ടായിട്ട് കമൻറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറെ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞിരുന്നത്, അതായത് വെള്ളം കുടിക്കുമ്പോൾ പൊന്തിച്ചിട്ട് വായിലേക്ക് ഒഴിച്ച് കുടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ വയറ് ക്ലീൻ ആവാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റാണ്. ആ വെള്ളം അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ അതിനുണ്ടല്ലോ നമ്മൾ ടോയ്ലറ്റിലേക്ക് ഓടേണ്ടി വരും. അപ്പോൾ അതും ഞാൻ മുമ്പ് പറഞ്ഞൊരു ടിപ്സാണ്, പക്ഷേ അത് ഭയങ്കര റിസൾട്ടാണ്. അത് ഇന്നാൾ ഞാനൊരു വക്കീലിനൊക്കെ കണ്ടേ, അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന വക്കീലാണ്, കണ്ടപാട് ക്ഷയിക്കുന്നിട്ട് പറഞ്ഞു വെച്ചു ആ വെള്ളം കൂടി അടിപൊളി, അതിന് ഭയങ്കര റിസൾട്ടാണ് ആ വക്കീൽ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ടിപ്സൊക്കെ മിക്ക ആൾക്കാർക്കും പോസിറ്റീവാന്ന് വന്നാലും നമ്മളെല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ചിലർക്ക് നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ അത് അറിയാൻ വേണ്ടി കൂടിയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ശരിയെന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ ബൈ.